ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞണ്ട് എങ്ങനെ വൃത്തിയായിട്ട് നന്നാക്കി എടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും അറിയാൻ മേലാത്തവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഞണ്ട് കഴുകി അതുപോലെ രണ്ടായിട്ട് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഞണ്ട് എങ്ങനെ വൃത്തിയാക്കിയെടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, പല കളറുള്ള ഞണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം മീൻ മാർക്കറ്റിൽ പോയതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞണ്ട്, കിളിമീൻ, അയല ഇതെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഞണ്ട് വൃത്തിയാക്കാം എന്നുള്ളത് നോക്കാവേ. ഇത് കണ്ടോ, ഇതിൻ്റെ ആ വലിയ രണ്ട് കാലുകൾ ഒന്ന് ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. അതിനകത്ത് മാത്രമേ മാംസം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ചെറിയ ചെറിയ കാലുകളെല്ലാം നമുക്ക് കളയാം. ഇത് നമുക്ക് കത്രികയുടെയോ അല്ലെങ്കിൽ കത്തിയുടെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്താൽ മാത്രം മതി. ചിലർ ബ്രഷൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്ന കാണാം, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഇതെല്ലാം കാലെല്ലാം പറിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വിനാഗിരിയും ഉപ്പും ഇട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, അതിൻ്റെ തോട് കണ്ടോ, അതിൻ്റെ അവിടെ നിന്നൊന്ന് ജസ്റ്റ് പൊക്കി കൊടുത്താൽ മാത്രം മതി. അത് നമുക്ക് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ അതിനുള്ളിൽ നല്ല വൃത്തിയായിട്ട് കഴുകണം. അതുപോലെ അതിൻ്റെ സൈഡിലിരിക്കുന്ന ആ ഒരു ഇത് കണ്ടോ, ഒരു പഞ്ഞി പോലെ ഇരിക്കുന്നത്, അതിൻ്റെ ചെകിള പോലെ, അതുപോലെ അതിൻ്റെ ബാക്കിലെ ആ സാധനം കണ്ടോ, അതും ഒന്ന് പൊക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതുണ്ടോ, അതിനുള്ളിൽ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. ഒരു ടാപ്പിനടിയിലോട്ട് പിടിച്ചാൽ മതി. ഫോഴ്സിൽ വെള്ളം വരുമ്പം നല്ല വൃത്തിയാവും. ഇത് കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞ ഒരു ചെകിള പോലെ ഇരിക്കുന്നത് കണ്ടോ. അത് നമുക്ക് പറിച്ച് കളയാം. എന്നിട്ട് അതിൻ്റെ ചുറ്റിനും നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. കണ്ടോ, ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും വിനാഗിരി ഉപ്പും ഇട്ട് കഴുകുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം കൂടെ നമുക്കൊന്ന് നന്നാക്കി നോക്കാം. ഇതുണ്ട്, കാല് വളരെ ഈസി ആയിട്ട് തന്നെ അത് പറഞ്ഞു പോരുന്നുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ കാലുകളും അതുപോലെ പറിച്ച് കളയാം. അതിനുള്ളിലൊന്നും മാംസമില്ല കേട്ടോ. കണ്ടോ, അതിൻ്റെ തോട് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ സ്പോഞ്ച് പോലിരിക്കുന്ന അതുകൂടി നമുക്ക് പറിച്ച് കളയാം. പിന്നെ അതിൻ്റെ ബാക്കിലുള്ള അതുകൂടി പൊക്കിയെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് കണ്ടോ, ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മാത്രം. കണ്ടോ, ഇത്ര ഉള്ളു പരിപാടി. ഇതിന് കത്തിയുടെയോ അല്ലെങ്കിൽ സിസറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇത് ഞാനിതിന് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്നായിട്ട് കറി വെക്കാം. അതുപോലെ അതിൻ്റെ കാലും ജസ്റ്റ് സെൻറ്ററിൽ നിന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയത്. 4 ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടാറ്റാ.